ദൂരദർശൻ ന്യൂസിന്റെ ലോഗോയിൽ മാറ്റം വരുത്തി. കാവി നിറത്തിലുള്ള പുതിയ ലോഗോയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. വലിയ മാറ്റങ്ങളില്ലാത്ത ഡിസൈനിൽ ലോഗോയുടെയും അക്ഷരങ്ങളുടെയും നിറമാണ് കാവിയാക്കി പരിഷ്കരിച്ചിരിക്കുന്നത്. നേരത്തെ ഇത് മഞ്ഞയും നീലയുമായിരുന്നു. ലോഗോയിൽ മാത്രമാണ് ദൂരദർശൻ മാറ്റം വരുത്തിയിട്ടുള്ളൂവെന്നും തങ്ങളുടെ മൂല്യങ്ങൾ പഴയപടി തുടരുമെന്നും DD ന്യൂസിന്റെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൃത്യവും സത്യസന്ധവുമായ വാർത്തയാണ് തങ്ങൾ മുന്നിലെത്തിക്കുന്നതെന്നും പോസ്റ്റിൽ പറയുന്നു. പുതിയ രൂപവും ഭാവവുമായ സത്യത്തിന്റെയും ധീരതയുടെയും പത്രപ്രവർത്തനമാണ് നടത്തുന്നതെന്ന് DD ന്യൂസിന്റെ ഡയറക്ടർ ജനറൽ പോസ്റ്റിൽ പ്രതികരിച്ചു. 2019 ഇന്ത്യയുടെ ഓറഞ്ച് ജേഴ്സിയെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ വിവാദമുയർന്നിരുന്നു. ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ ഇന്ത്യ ഓറഞ്ച് ജേഴ്സി അണിയുക എന്നുള്ള റിപ്പോർട്ടുകൾ വന്നതോടെ വിവാദം ആളിക്കത്തുകയായിരുന്നു. ജേഴ്സിയുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും വ്യക്തമായി പുറത്തു വരുന്നതിന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇന്ത്യയുടെ എവേ ജേഴ്സി എന്ന തരത്തിൽ ജേഴ്സിയുടെ ചിത്രം പ്രചരിക്കുകയായിരുന്നു. നിരവധി പേരാണ് ഈ ഓറഞ്ച് ജേഴ്സിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. അതിൽ ഇന്ത്യൻ ആരാധകരിൽ പ്രശസ്തനായ സുധീറുമുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിലാണ് സുധീർ ചിത്രം പോസ്റ്റ് ചെയ്തത്. ഇന്ത്യൻ ടീമുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന സുധീർ കൂടി ഈ ജേഴ്സിയുടെ ചിത്രം പോസ്റ്റ് ചെയ്തതോടെ സോഷ്യൽ മീഡിയയും പുതിയ ജേഴ്സി ആയിരിക്കും ഇതെന്ന് ഉറപ്പിക്കുകയായിരുന്നു. കൈയിലും പിൻഭാഗത്തുമെല്ലാം ഓറഞ്ച് നിറം കൂടുതലായി വരുന്നതാണ് ഇന്ത്യയുടെ എവേ ജേഴ്സിയായി അന്ന് പ്രഖ്യാപിച്ചത്. ഓറഞ്ച് ജേഴ്സിയിലെ കോളറിൽ നീല സ്ട്രിപ്പും ഉണ്ടാകും. നൈക്കയാണ് അന്ന് ഇന്ത്യയുടെ കിറ്റ് സ്പോൺസർമാർ. 2019 ലോകകപ്പിന്റെ തുടക്കം മുതൽ ഇന്ത്യൻ ആരാധകരുടെ പ്രധാന ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് ഇന്ത്യൻ ജേഴ്സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. ലോകകപ്പിലെ ഒന്നിലധികം ടീമുകൾ ഒരേ നിറത്തിലുള്ള ജേഴ്സി അണിഞ്ഞ് കളിക്കുന്നതോടെ എവേ ജേഴ്സി അണിയാൻ ടീമുകളോട് ICC നിർദ്ദേശിച്ചതാണ് വിഷയം ചർച്ചയായത്. ഇന്ത്യയുടെ എവേ ജേഴ്സി ഏതായിരിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയായിരുന്നു ഇതിന് കാരണവും. പിന്നീട് കാത്തിരിപ്പിന് അവസാനം കുറിക്കുകയായിരുന്നു BCCI. ജേഴ്സിയിൽ മുൻപുണ്ടായിരുന്ന കടും നീല നിറത്തിന് പകരം ഓറഞ്ച് ഉൾപ്പെടുത്തിയെന്നത് ഒഴിച്ചാൽ പഴയ ജേഴ്സിയിൽ നിന്ന് വലിയ മാറ്റമൊന്നും അന്ന് എവേ ജേഴ്സിയിൽ വ്യക്തമല്ലായിരുന്നു. നേരത്തെ സമൂഹ മാധ്യമങ്ങൾ പങ്കുവയ്ക്കപ്പെട്ട അതേ ജേഴ്സി തന്നെയാണ് BCCI ഔദ്യോഗികമായി പുറത്തുവിട്ടതും. ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിലായിരുന്നു ഇന്ത്യ ഓറഞ്ച് ജേഴ്സി അണിയുക എന്നും BCCI അന്ന് അറിയിച്ചിരുന്നു. ലോകകപ്പിൽ ഇന്ത്യൻ ടീം തങ്ങളുടെ പ്രശസ്തമായ നീല ജേഴ്സിക്ക് ഓറഞ്ച് ജേഴ്സി ആയിരുന്നു എന്ന വാർത്ത ക്രിക്കറ്റ് ലോകത്ത് ചില്ലറ കോളിളക്കമൊന്നുമല്ല ഉണ്ടാക്കിയത്. നീക്കത്തെ അനുകൂലിച്ചും വിമർശിച്ചും നിരവധി പേർ അന്ന് തന്നെ രംഗത്തെത്തിയിരുന്നു. അഫ്ഗാനിസ്ഥാനെതിരായ മത്സരത്തിലാണ് ഇന്ത്യ ഓറഞ്ച് ജേഴ്സി അണിയുക എന്നായിരുന്നു റിപ്പോർട്ടെങ്കിലും അന്ന് ഇംഗ്ലണ്ടിനെതിരെയായിരിക്കും ഇന്ത്യ എവേ ജേഴ്സിയിൽ കളിക്കുക എന്നും അന്ന് വ്യക്തമാക്കിയിരുന്നു. അതേസമയം ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യൻ ടീം ഓറഞ്ച് ജേഴ്സി അണിഞ്ഞ് കളിക്കാനിറങ്ങുന്നത് കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായാണെന്ന ആരോപണവുമായി കോൺഗ്രസിന്റെയും SP-യുടെയും MLA-മാരും രംഗത്ത് വന്നിരുന്നു. മുംബൈയിൽ നിന്നുള്ള സമാജ്വാദി പാർട്ടി MLA അബു ആസ്മി, കോൺഗ്രസ് MLA A നസീം ഖാൻ എന്നിവരാണ് ആരോപണം ഉന്നയിച്ചതെന്ന്. എല്ലാം കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് ക്രിക്കറ്റ് ടീം ജേഴ്സിക്കും കാവ്യനിറം നൽകിയതെന്നായിരുന്നു അബു ആസ്മിയുടെ ആരോപണം. ഇംഗ്ലണ്ടിനെതിരായ അന്നത്തെ മത്സരത്തിൽ ഇന്ത്യൻ ടീം ഓറഞ്ച് ജേഴ്സി അണിയും. കോൺഗ്രസ് MLA നസീം ഖാനും ജേഴ്സിയുടെ നിറമാറ്റത്തിൽ അന്ന് പ്രതികരിച്ചിരുന്നു. കായികമോ സാംസ്കാരികമോ വിദ്യാഭ്യാസപരമോ എന്തുമാകട്ടെ അവയിലെല്ലാം കാവ്യവൽക്കരണം നടപ്പാക്കുകയാണ്. ഇത് ഇന്ത്യയുടെ ഐക്യത്തെ തകർക്കുമെന്നും അദ്ദേഹം അന്ന് പറഞ്ഞു. എന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾ വൻ പരാജയത്തെ അഭിമുഖീകരിക്കുകയാണെന്നും അതിനാലാണ് അവർ ഇത്തരം ബാലിശമായ കാര്യങ്ങൾ സംസാരിക്കുന്നതെന്നും ശിവസേന വക്താവ് അന്ന് പറഞ്ഞിരുന്നു. കാവി ദേശീയ പതാകയിലുള്ള നിറമാണെന്നും അതിനോട് എന്താണിത്ര വിരോധമെന്നും ശിവസേന വക്താവ് മനീഷ കയാങ്ങിൽ അന്ന് ചോദിച്ചു. ലോകകപ്പ് ക്രിക്കറ്റിൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന്റെ ജേഴ്സിയുടെ നിറവും നീലയായതിനാലാണ് ഇന്ത്യൻ ടീമിന് സെക്കൻഡ് ജേഴ്സി അണിയേണ്ടി വന്നത്. ആതിഥേയ രാഷ്ട്രമായ ഇംഗ്ലണ്ട് ഒഴികെയുള്ള ടീമുകളോട് രണ്ടാം ജേഴ്സി തയ്യാറാക്കാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. നിലവിൽ കാവ്യവൽക്കരിക്കപ്പെട്ട ലോഗോ വിവാദത്തിൽ ലോഗോയിൽ മാത്രമല്ല ചാനലിന്റെ സ്ക്രീനിംഗ് നിറവും കാവ്യാക്കിയിട്ടുണ്ട്. അതേസമയം ലോഗോ മാറ്റത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങളും ഇതോടെ ഉയർന്നു കഴിഞ്ഞു. ലോഗോ മാറ്റിയത് സംഘപരിവാറിന് വേണ്ടിയാണെന്നും DD ന്യൂസ് എന്ന പേര് മാറ്റി BJP ന്യൂസ് എന്നാക്കണമെന്നുൾപ്പെടെ പോസ്റ്റുകളിൽ വരുന്നുണ്ട്.